യാതൊരു സംശയമല്ല. എന്നെ കുറിച്ച് ഇനിയും ഞാൻ ഇത് പറഞ്ഞു, ഒരുപാട് സ്റ്റേജുകളിൽ പറഞ്ഞു. എന്നിട്ടും എന്നെ കുറിച്ച് കളവ് പ്രചരിപ്പിക്കുന്നവർ ആരായാലും ഞാൻ അള്ളാഹുവിലേക്ക് വിടുന്നു. പരലോകത്ത് വെച്ച് കാണാം എന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. എടവണ്ണയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോളൂ, ഈ പുഴക്കരയുമായി ബന്ധപ്പെട്ട വിഷയം എടവണ്ണയിൽ ഞാൻ ക്ലിപ്പിട്ട് സംസാരിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പുഴയിൽ വീണ് മുങ്ങിച്ചാകാനായ ഒരാൾക്ക് ജിന്നിനെ വിളിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. അതങ്ങട്ട് പൂതി വീർപ്പിക്കുക അല്ലെ, വേറൊന്നും കിട്ടാനില്ല, വേറെ ഒറ്റൊന്നും കിട്ടാനില്ല. എന്നിട്ടോ അനസംസ്യാർ പറയാണ്, ഇങ്ങനെയൊരു വാദം കൊണ്ടുവന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമയിൽ ഇടപെട്ടു, എന്നിട്ട് ഫത്വ ഇറക്കി. ഇതാ ഫത്വ കേട്ടോളൂ. എങ്ങനെയുണ്ട്? സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞതിന് ഫെബ്രുവരിയിൽ ഇടപെട്ടു. എങ്ങനെയുണ്ട്? ഫെബ്രുവരിയിലാ ഫത്വ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഏതാണ്ട് 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തൃശ്ശൂരിൽ പറയുന്നത്. എന്നിട്ട് ഈ മുസ്ലിയെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇങ്ങനെയൊരു വാദവുമായി ഒരു കൂട്ടർ വന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമയിൽ ഇടപെട്ടു, എന്നിട്ട് ഫത്വ കാണിച്ചു കൊടുത്ത ലജ്ന ദായിമയുടെ ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ. ഇതിന്റെ ഡേറ്റ് ഒന്നും ആളുകൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് സെപ്റ്റംബർ 8 ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ ജംഇയ്യത്ത് മീറ്റിംഗ് കൂടിങ്ങാണ്ട് ഫത്വ ഉണ്ടാക്കിയതാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, മുങ്ങി മരിക്കാൻ അടുക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ചെന്നറിയോ? ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് കൃത്യമായി അന്ന് ഇവിടെ ഇടവണ്ണയിൽ ഇട്ട് കാണിച്ചതാ അല്ലേ? അതിലുള്ളത് എന്താ? ഇവിടെ ഉമർ മൗലവിയുടെ തൗഹീദ് എന്നും പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞല്ലോ. ഉമർ മൗലവിയുടെ തൗഹീദ് എന്താ? കണ്ണിൽ കാണാത്തതിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഞങ്ങളെ വാദാണ്. ഉമർ മൗലിക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു കുസൃതിക്കാരന്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ്. അവിടെ എൻ്റെ വാക്കന്നെ എന്താ? അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? അതില്ലാന്ന് നമ്മൾ എന്നെ പറഞ്ഞു. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്ക്. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ലോ എന്ന് നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല എന്ന് നമ്മൾ എന്നെ പറഞ്ഞു. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ജിന്നുണ്ട്, നിങ്ങൾ വിളിച്ചോളിന്ന് ഞാൻ പറഞ്ഞു. എന്നാ ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു കുസൃതിക്കാരന്റെ ചോദ്യമാണ്. ജിന്നുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. പിന്നെ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വന്നിട്ട് ഞാനൊരു ജിന്നാകുന്നു എന്ന് പറഞ്ഞ അവിടെ നിൽക്കണില്ല. പ്രമാണം കൊണ്ടും തെളിഞ്ഞിട്ടില്ല, കണ്ണുകൊണ്ട് കാണാവുന്ന മനസ്സിലാകുന്ന രൂപത്തിൽ അവിടെ വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരാള് ജിന്നിനെ ഉദ്ദേശിച്ച് വിളിച്ചാൽ, ഇവിടെ അനീഫ കായക്കൊടി പറഞ്ഞു ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ശിർക്കാണ്. മൊയ്യത്തീ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ഒരാൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അത് പുഴയിൽ വീഴുമ്പോഴായാലും, കുളത്തിൽ വീഴുമ്പോഴായാലും, മരത്തുമെന്ന് വീഴുമ്പോഴായാലും, എവിടുന്ന് വീഴുമ്പോഴായാലും, ഏത് ഘട്ടത്തിലായാലും ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ശിർക്കാണ്. പച്ച കള്ളം നിങ്ങൾ എന്റെ പേരിൽ വെറുതെ പറയണ്ട. ഇനി ബാക്കി കേൾപ്പിച്ചു കൊടുക്കുക. അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. അത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണത്, ഹറാമാണ് വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. കാരണം എന്താ? പ്രാർത്ഥന എന്റെ മനസ്സിലില്ല എന്നാണ് ആ പോയത്തക്കാരൻ പറയുന്നത്. അവിടെ പ്രാർത്ഥന ഇല്ലാതിരിക്കും ആർക്കെങ്കിലും. അത്തരം ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് സഹായം കിട്ടുന്ന നിലക്ക് ആരും വിളിച്ചു പോകുന്ന ഒരു വിളിയുണ്ട്. അത് പ്രാർത്ഥനാഭാവത്തോടെ വിളി തന്നെയാണ്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആള് പറയാണ് എന്താണ്? അയാൾക്ക് മാത്രം ബാധകമായ മറുപടിയാ. കുസൃതിക്കാരന്റെ ചോദ്യം എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. അഖ്സാ ഗായത്തിൽ ഖുദൂഉ വ തദല്ലുലില്ല, ദുആ ഇല്ല. ദുആ അല്ലെങ്കിൽ പിന്നെ ശിർക്കല്ലല്ലോ. പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പാടില്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെങ്കിൽ ഒരു മുഅ്മിന് വിളിക്കോ? ഹറാമായ വിളി. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമായ കാര്യം. ശിർക്കല്ല എന്ന് പറഞ്ഞു. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്നർത്ഥം തന്നെ. ശിർക്കല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വ്യഭിചാരം ശിർക്കല്ല. അതിന്റെ അർത്ഥം വ്യഭിചരിക്കാന്ന. കള്ളുകുടി ശിർക്കല്ല ആണോ? മോഷണം ശിർക്കല്ല. അപ്പൊ ശിർക്കല്ല എന്ന് പറഞ്ഞൊരു വാചകത്തെ കടിച്ചു തൂകിയിട്ടാണ് ഇപ്പൊ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണിത്. ഈ ക്ലിപ്പ് പോലും ആളുകൾ കാണുന്നില്ല. എന്താ പറഞ്ഞെന്നില്ല.
അത് ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ഇനി പ്രാർത്ഥന ഉണ്ടെങ്കിലോ ശിർക്ക് തന്നെയാണ്. ജിന്നെ രക്ഷിക്കണേന്ന് കുളത്തുനിന്ന് പറഞ്ഞാലും കരയെന്ന് പറഞ്ഞാലും എവിടുന്ന് പറഞ്ഞാലും ശിർക്കാണ്. ഇത്ര വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടും സുഹൃത്തുക്കളെ എന്റെ പേരിൽ ശിർക്ക് ആരോപിച്ച് നടക്കാണ്. ആളെ കൂട്ടാൻ സത്യം പറഞ്ഞാൽ ഏതായാലും നടക്കൂല. അപ്പൊ അസത്യം പറഞ്ഞാലും നാളെ കൂട്ടാൻ, പാർട്ടിക്ക് വേണ്ടി കളവ് പറയാം എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകള്. എന്തിനാപ്പോ TP തന്നെ പറഞ്ഞത് എന്താണെന്നറിയങ്ങള്? TP അബ്ദുള്ള കോയ മദനി പറഞ്ഞത് എന്താണെന്നറിയോ? ആളുകൾ ഇപ്പൊ പോയി അള്ളാന്റെ കൈവ് ശൈത്താന് വകവെച്ച് കൊടുക്കാൻ തുടങ്ങി. കേട്ടോ, നിങ്ങൾ കൊടുവള്ളിയിൽ മുഖാമുഖം നടത്തുമ്പോ ഒരാൾ ചോദ്യം ചോദിച്ചതാ. എനിക്ക് ചോദിക്കാനുള്ളത് മദനി TP അബ്ദുള്ള കോയ മദനി സാഹിബിനോടാണ്. നമ്മളെ ജാമിയയിലെ CD-യിൽ നിന്ന് പിന്നെ അള്ളാഹ്ക്ക് കഴിവുള്ളതുപോലെ തന്നെ ശൈത്താന്മാർക്കും കഴിവുണ്ട് എന്നതിലേക്ക് വരെ നമ്മളെ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുന്നു. അങ്ങനെ അള്ളാഹ്ക്ക് കഴിവുള്ളതുപോലെ ശൈത്താന്മാർക്കും കഴിവുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എഴുതിയത് നമ്മളെ പിന്നെ പണ്ഡിതന്മാരാരാണ്? അസ്സലാമു അലൈക്കും. അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചെന്നാൽ കുഴപ്പമില്ല. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചുപോക്ക് ആരംഭിച്ചിരിക്കുന്നു. കണ്ടോ, നിങ്ങളെങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, പച്ചക്ക് പറഞ്ഞതാ. അള്ളാന്റെ കഴിവ് പോലെ ശൈത്താന്മാർക്കും കഴിവുണ്ട് എന്നിടത്തേക്ക് വാദങ്ങൾ പോയി എത്തി എന്ന് ആരാ പറയുന്നത്? TP പറയുന്നത്. പക്ഷെ നേർക്ക് നേരെ ചോദിച്ചപ്പോ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല എന്ന് പറയാണ്. വേണ്ട, ഇവിടെ പറഞ്ഞു. കണ്ടോ, മരുഭൂമിന്ന് വിട്ട് പുഴക്കരെത്തി. ഇപ്പൊ പുഴക്കര കഴിഞ്ഞിട്ട് ജിന്നിട്ട് മീൻ പിടിക്കൽ തുടങ്ങി. അതെന്താ സംഗതി എന്നറിയോ? ദുബായിൽ പോയപ്പോ ഈ പുഴക്കര ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് സാങ്കല്പിക ചോദ്യമല്ലേ. അങ്ങനത്തെ സാങ്കല്പിക ചോദ്യം ഞമ്മക്ക് അങ്ങോട്ടും ചോദിക്കാലോ. ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ അവിടെ ജിന്നുണ്ടോ? ഇല്ല, സാങ്കല്പിക. എന്നാ ഞാനും ചോദിക്കട്ടെ സാങ്കല്പിക ചോദ്യം. നിങ്ങളും നിങ്ങളെ ജിന്ന് സുഹൃത്തും കൂടി ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിന്ന് സുഹൃത്ത് ഉണ്ടാവുമോ? സാങ്കല്പികല്ലേ. ജിന്ന് സുഹൃത്തിന് ചൂണ്ടലിടാൻ പറ്റുമോ? സാങ്കല്പികല്ലേ. നിങ്ങൾ നിങ്ങളെ ജിന്ന് സുഹൃത്തും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ ചൂണ്ടല് മീൻ കൊത്തിട്ടൊന്ന് വലിച്ചപ്പോ നിങ്ങൾ ഇപ്പോഴും വീണു. ആ സമയത്ത് ജിന്നെ ഒന്ന് പിടിക്കടാന്ന് പറഞ്ഞാ അത് ശിർക്കാവോ? സാങ്കല്പിക ചോദ്യാണ്. എന്നിട്ട് അത് കണ്ടോ, ഇപ്പൊ ജിന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. ഓക്കെ, നിവൃത്തികേട് കൊണ്ട്, ഗത്യന്തരമില്ലാത്തത് കൊണ്ട്, ആശയദാരിദ്ര്യം കൊണ്ട് പറഞ്ഞാണ്. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോളൂ. ഇവിടെ ഒരു ദുർബല ഹദീസ് ചർച്ചക്ക് കൊണ്ടുവന്നു സക്കരിയ സലാഹി. ഞാൻ കൊണ്ടുവന്നതല്ല. 1200 കൊല്ലം മുമ്പ് മുസന്നഫ് ഇബ്നു അബീ ശൈബ, ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ മുസന്നഫിലുള്ളതാ. അത് ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ വന്നു? തൊബറാനിയിൽ വന്നിട്ടില്ലേ? ഇമാം ബൈഹഖിൽ അല്ലാദാബിൽ വന്നിട്ടില്ലേ? അബ്നു സുന്നിയുടെ അമലുൽ യൗമി വൽ ലൈലയിൽ വന്നിട്ടില്ലേ? എന്നിട്ട് പറയാ സക്കരിയ സലാഹി കൊണ്ടുവന്നതാണ് വിവരം കെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇത് തെളിവ് ധരിച്ചത് ആരാ? ഖുറാഫികള്. അതിന് നമ്മളെന്താ മറുപടി കൊടുത്തത്? എനിക്ക് 5 വയസ്സുള്ള സന്ദർഭത്തിൽ 1971 പയ്യോളിയിൽ ഒരു മുസ്ലിയാര് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഈ ഹദീസ് കൊണ്ടുവന്നു. അന്ന് സൽസബീലിലേക്ക് ചോദ്യം കൊടുത്തു. അപ്പൊ സൽസബീൽ അബ്ദുറഹ്മാൻ പാലത്തിനെ ഏൽപ്പിച്ചു മറുപടി എഴുതാൻ. അന്ന് അദ്ദേഹം കുളിക്കല വിദ്യാർത്ഥിയാ. അന്ന് യായിബാദുള്ളക്ക് മറുപടി തരാൻ ഒരു സാധാരണ അറബി കോളേജ് വിദ്യാർത്ഥിക്ക് വരെ അറിയാം. അന്ന് അദ്ദേഹം എഴുതിയെന്താ? ഈ ഹദീസിൽ പറഞ്ഞ വിഷയവും വാദ വിഷയവും തമ്മിൽ ബന്ധമല്ല. വാദവിഷയം എവിടെ വെച്ച് മൊയ്തീൻ ശൈഖിനെ വിളിക്കാനല്ലേ. ഇതിലുള്ളതോ മരുഭൂമിയിൽ അകപ്പെട്ട ഒരാൾ ഗതിമുട്ടിയ സന്ദർഭത്തിൽ സഹായിക്കാൻ ജിന്നും മലക്കും വരുന്നാണ് ഹദീസിലെ ഉപദേശം 71. എന്നിട്ട് ഉമർ മൗലവി പറഞ്ഞു, ഇത് പാലത്തിന്റെ അഭിപ്രായം വിചാരിക്കണ്ട, ഇത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. അപ്പൊ 71 ചർച്ച ചെയ്തു. ഞാനാണോ ചർച്ച ചെയ്തത്? 80കളിൽ ശബാബിന് വന്നു. ആരാ? ചെറിയ മുണ്ടത്തോട് ചോദ്യം ചോദിച്ചു. മുസ്ലിം എന്ന പങ്ക്തി സംഘടന വളരുന്നതിന്റെ എത്രയോ കാലം മുമ്പ്.
അന്നും പറഞ്ഞു വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല. അത് പുസ്തകമായി മടവൂരികൾ ഇന്നും കൊണ്ടുനടക്കുന്നുണ്ട്. പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിലും നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിലും ഈ ചോദ്യവും ഉത്തരവും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇന്നും വിറ്റ് കാശാക്കാണ്. ചെറിയ മുണ്ടൻ തിരുത്തിന്ന് ചില ആളുകൾ പറയും, തിരുത്തി കിട്ടില്ല. അയാൾ പറഞ്ഞെന്താ അറിയോ, എന്റെ ആ വാചകം കൊണ്ട് ആർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഖേദിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ശിർക്കൻ വാദമാണെന്ന് ചെറിയ മുണ്ടം പറഞ്ഞിട്ടില്ല. വേണ്ട, 2004 മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ അലവി സഖാഫിയും അതുപോലെ തന്നെ സുലൈമാൻ സഖാഫിയും യായിബാദുല്ലാഹി കൊണ്ടുവന്നപ്പോ അന്ന് KJU-വിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ഞാൻ പറഞ്ഞത് എന്താ, അത് ദുർബലമാണ്, തെളിവിന് കൊള്ളാത്തതാണ്, വാദപ്രതിവാദത്തിൽ ഉദ്ധരിക്കാൻ പറ്റാത്തതാണ്. ഇനി സഹീഹാണെന്ന് വന്നാൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിനുള്ള ഇസ്തിഗാസയില്ല. ഇവിടെയുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കോ ജിന്നോ അവർ കേൾക്കട്ടെ എന്ന് അതിനർത്ഥമുള്ളൂ. അത് തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. എന്നിട്ടിപ്പോ ഹുസൈൻ സലഫിന്റെ നേരെ അപ്പൊ ഞാനൊക്കെ വിട്ടു, മുഖ്യ ശത്രു ഹുസൈൻ സലഫിയ. അദ്ദേഹം പറഞ്ഞത് എന്താ, നമ്മൾ യോജിക്കണം, നമ്മൾ KNMന്റെ ആളുകൾ ഒരിക്കലും തന്നെ ഭിന്നിക്കരുത്, നമ്മൾ ഒരു ശബ്ദമാകണം ശിർക്കിനെതിരിൽ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിൽ 1.5 ദിവസം പിന്നെ സമ്മേളനം മുഴുവൻ അദ്ദേഹത്തിനെതിരില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് അനസ് മുസ്ലിയാര് ഹുസൈൻ സലഫിന്റെ ക്ലിപ്പിട്ട് പറയുന്നത് കേട്ടോളൂ. പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അല്ലാത്തവരെ വിളിച്ച് തേടാൻ, പുത്തമ്പള്ളി വലിയനെയോ അല്ലെങ്കിൽ ആരെ വിളിച്ച് തേടാനും ഞങ്ങളടുത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരും ഒരു ദുർബല ഹദീസ്. യാ ഇബാദല്ലാഹി അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിന്റെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളത്? പിന്നെന്ത് ചർച്ചയുള്ളത്? ഈ ദുർബല ഹദീസിനെ പറ്റി പിന്നെന്ത് ചർച്ചയാണ്? ഇനിത് ചർച്ച ചെയ്യാൻ സൗദിയിലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ ഗൾഫ് പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു മനുഷ്യനടുക്കലേക്ക് പോണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെന്ത് ചർച്ചയുള്ളത്? ഹദീസ് തന്നെ ദുർബലല്ലേ? പിന്നെ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ടോ? ചർച്ചയില്ല. മുജാഹിദുകൾക്ക് ചർച്ചയില്ല. മുജാഹിദുകളിൽ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒരു വിഷയം ചർച്ച ചെയ്തേക്കും. കാരണം അവർക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. പുത്തമ്പള്ളി വലിയ വിളിച്ചാൽ ശിർക്കല്ല എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. മുനമ്പത്തെ ബീവി വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുജാഹിദുകൾക്ക് ചർച്ച വേണ്ട. കാരണം അത് ദുർബലമാണ്, അത് വാറോലയാണ്, അത് അസ്വീകാര്യമാണ്. ആ വിഷയത്തിൽ ചർച്ചയില്ലേ ഇല്ല. മുജാഹിദുകൾക്ക് ചർച്ചയില്ല. എന്തോന്ന് കിട്ടിപ്പോയ മാതിരി ഹുസൈൻ സലഫി മുമ്പ് പറഞ്ഞാണത്. അപ്പൊ ഇപ്പോ അദ്ദേഹത്തെ ഇവര് ശത്രുവായി പ്രഖ്യാപിച്ചപ്പോ പഴയ ക്ലിപ്പൊന്ന് മാന്തി എടുത്തിട്ട് നോക്കുകയാണ്. മുജാഹിദുകൾക്ക് ചർച്ച വേണ്ട എന്നല്ലേ പറഞ്ഞത്? എന്താ ഹുസൈൻ സലഫി പറഞ്ഞത് അറിയോ? പണ്ഡിതന്മാർ ചർച്ച ചെയ്ത അവിടെ നിൽക്കണം. നമ്മള് കേരളത്തിലെ പണ്ഡിതന്മാർ ഇനി പുതിയ ചർച്ച ഉണ്ടാക്കണ്ട എന്നാ പറഞ്ഞത്. അത് തിരൂരിൽ അദ്ദേഹം കൊടുത്ത മറുപടി കേട്ടോളൂ നിങ്ങള്. ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ്, അത് ഇനിയും ചർച്ചക്കെടുക്കണം എന്നല്ല ഈ ഉള്ളവൻ പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പണ്ട് ദുർബലമാണ്, ചർച്ച വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും പറയുന്നു അത് ദുർബലം തന്നെ. മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട, ചർച്ച വേണ്ട. ഇനി അതല്ല, ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശിർക്കാരോപണം വരുന്നത്. അപ്പൊ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല, ഞങ്ങളിൽ ശിർക്കില്ല എന്നും പറയേണ്ടി വരുന്നു. അപ്പോൾ പിന്നെയും പ്രശ്നമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത്. എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ, ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച, അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്വദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളെ കണ്ടുകൂടെ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത്. ഇപ്പോഴും അതാണ് ആവർത്തിക്കാനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ആ നിലയ്ക്ക് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് വേണം നാം തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതെ ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ഇപ്പോഴും അതാ എനിക്ക് പറയാനുള്ളത്. ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ബിദ്അത്തുകൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഭിന്ന സ്വരങ്ങളില്ലാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം. അപ്പോ വ്യക്തമായി പറഞ്ഞു, ചർച്ച ചെയ്യണ്ടെന്താ? മുമ്പ് ചർച്ച ചെയ്തോടത്ത് എല്ലാവരും നിന്നാ മതി, എന്നാ പിന്നെ ചർച്ച ഉണ്ടാവില്ല. ഇക്കാലഘട്ടം വരെയും സലഫി പണ്ഡിതന്മാര് പറഞ്ഞു ആ വിളിയിൽ ശിർക്കില്ല.
അവിടെ പ്രാർത്ഥനയില്ല, അവിടെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് പോയിട്ട് പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടർ വലിയ ശിർക്ക് ആരോപിച്ചപ്പോ ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല, ഈ വ്യാഖ്യാനം ഞങ്ങൾ പറഞ്ഞതല്ല, മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചർച്ച വരും. അതാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. പക്ഷെ മുസ്ലിയാർ ഇവിടെ എന്തോ വലിയ കാര്യം കിട്ടിപ്പോയെന്ന നിലക്ക് ചാടിക്കൊത്തി അവിടെ നിന്ന് മുസ്ലിയാര് പല്ലളിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടില്ലേ? ഹുസൈൻ സലഫിയെ കുറിച്ച് ഇവിടുത്തെ പ്രസംഗിച്ച വേറൊരു മുസ്ലിയാര് പാട്ടും പാടി പ്രസംഗിക്കുന്ന ആളെന്ന് പരിഹസിച്ചു. ആരെ? യൂസുഫ് മുസ്ലിയാര്. എടവണ്ണപ്പാറ പോയി അന്വേഷിച്ചാൽ മതി അയാളെ യോഗ്യത എത്ര ഉണ്ട്. അത് ഞാനിപ്പോ പറയണില്ല, വേണ്ടി വന്നാൽ നമുക്ക് പിന്നീട് പറയാം. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആരും പറയുന്നില്ല വിജനപ്രദേശത്ത് വെച്ച് യാ ഇബാദല്ലാ എന്ന് വിളിക്കണമെന്ന്. നിങ്ങൾക്കറിയോ അബീ തമീമയുടെ ഹദീസ് അബൂദാവൂദും തബറാനിയും ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ റസൂലുള്ളയോട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? ഖാല അന റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എങ്ങനെയുള്ള അല്ലാഹു? അല്ലദീ ഇദാ അസാബക ദുർറുൻ ഫദഅഉതഹു കശഫഹു അൻക, നിനക്ക് വല്ല ഉപദ്രവവും ബാധിച്ചാൽ നീ ആ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ അല്ലാഹു നിന്റെ ദുരിതം നീക്കി തരുന്നതാണ്. നിനക്കൊരു കൊല്ലം വറുതിയുടെ കൊല്ലം, ക്ഷാമത്തിന്റെ കൊല്ലമാണെങ്കിൽ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിനക്ക് വിളവുകൾ, ചെടികൾ മുളപ്പിച്ചു തരുന്നതാണ്. നീ ഒരു വിജനമായ സ്ഥലത്ത് പോയി നിന്നെ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ നിന്റെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ നീ ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ റബ്ബ് നിനക്ക് അതിനെ തിരിച്ചു തരുന്നതാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ. ഇത് കേട്ടപ്പോ അയാള് ഫഅസ്ലമ, അവിടെ വെച്ച് മുസ്ലിമായി. അപ്പൊ നമുക്ക് പറയാനുള്ളതാണ്, ഏത് ജനപ്രദേശത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാ എന്നാണ്. ശിർക്ക് ആരോപിക്കുന്നവരോട് സ്നേഹപൂർവ്വം എന്ന പേരിൽ ഞാൻ ഇറക്കിയ നോട്ടീസിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടത്. പത്രങ്ങൾക്ക് കൊടുത്ത കുറിപ്പിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു വാദമില്ല. പിന്നെ ഈ ഹദീസ് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 2012 ജനുവരിയിലും 2011 ഡിസംബറിലും ചർച്ച ചെയ്തു, ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്തു. യാ ഇബാദല്ലാ വോട്ടാക്കി സംഘടന പിടിച്ചതിന് ശേഷം ചർച്ച. ആരാ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്? അനീഫ കായക്കൊടിയാണ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഇപ്പൊ നാദാപുരത്ത് വെച്ച് കുട്ടികളുമായുള്ള ചർച്ചയിൽ എന്താ പറഞ്ഞത്? ദുർബൽ ഹദീസ് ചർച്ച ചെയ്യേ. ആര് ചർച്ച ചെയ്യണമെന്ന് ജംഇയ്യത്തുൽ ഉലമയോട് ആവശ്യപ്പെട്ട് ചർച്ച നടത്തിയ ആള്. എന്ന് മാത്രല്ല, 2012 ജനുവരിയിൽ ഇതാ അനീഫ കായക്കൊടിയും അതുപോലെ തന്നെ ഫൈസൽ മുസ്ലിയാരും ജംഇയ്യത്തിന് കൊടുത്ത പ്രബന്ധം. ആ പ്രബന്ധത്തിൽ ഇതാ അതിന്റെ തുടക്കം തന്നെ എന്താന്ന് നിങ്ങള്, ജിന്നുകളോടുള്ള സഹായതേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജംഇയ്യത്തുൽ ഉലമയുടെ ദൗറയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ. അതിന്റെ 16ാമത്തെ പേജിൽ ഇതാ യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. സൂക്ഷ്മ പഠനത്തിന് ശൈഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസില ദഈഫ് നോക്കുക. ചർച്ച ചെയ്യാണ്. ഇനിയും കേട്ടോ, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സഹീഹാണെങ്കിൽ പോലും ലഈഫ് ആണ് എന്ന് പറഞ്ഞു. ഭൂരിഭാഗം ലഈഫാന്നാ പറഞ്ഞതെന്നും പറഞ്ഞു. കണ്ടോ, കള്ള ഹദീസ് എന്ന് പറഞ്ഞോ. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി വന്നിട്ട് എന്താ പറഞ്ഞത്? ശിയാക്കളുടെ സൃഷ്ടിയാണത്, കള്ള ഹദീസാണ്, ജൂതന്മാരുടെ സൃഷ്ടിയാണ്. എന്നാൽ 2012 ജനുവരിയിൽ എഴുതി കൊടുത്തതിൽ പറഞ്ഞോ ജൂത സൃഷ്ടിയാണ്, ഷിയാ സൃഷ്ടിയാണ്? അല്ല, ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് ലഈഫാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയും. ഇനി സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനക്ക് അതിൽ തെളിവില്ല. ഇനി കേട്ടോ, യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാലറായി പരിഗണിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് ദുർബലമായ ഹദീസാണ്, പക്ഷേ ഇത് വൈജ്ഞാനിക ചർച്ചകൾ മാത്രമായി ഇതിനെക്കുറിച്ച് ചർച്ച കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് പ്രബന്ധം കൊടുത്തു. ഇത് മാത്രല്ല, 2009 അബ്ദുറഹ്മാൻ സലഫിയോട് ഒരു കുട്ടി ചോദിക്കുകയാണ്. ആ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചതാ. എല്ലായിടത്തും കുബൂരികൾക്ക് മറുപടി അറിയുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. എന്നാ സലഫികളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുകയാണ്. കേട്ടോളൂ ചോദിക്കുന്നത്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റ് 2 പേരുടെ ചോദ്യങ്ങളാണ്.
ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത രണ്ടുപേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിൻ്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അബ്ദുറഹ്മാൻ സലഫിയുള്ള ചോദ്യമാണ്, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് മലക്കുകളെയും ജിന്നുകളെയും ഉദ്ദേശിച്ച് ചോദിച്ചാൽ അതിൽ ശിർക്കുണ്ടോന്നാ ചോദ്യം. ആരാ ചർച്ച ചെയ്തത്? ചർച്ച ചെയ്യാൻ തന്നെ പാടില്ലായിരുന്നു തള്ളല്ല അദ്ദേഹം ചെയ്തത്. 20 മിനിറ്റ് നീണ്ടു നിന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് അന്ന് ചർച്ച ചെയ്തതുപോലെ അതിന്റെ നിജസ്ഥിതി ഇന്ന് നമ്മൾ വിവരിക്കുമ്പോ നമ്മളെ കുറിച്ച് ശിർക്ക് ആരോപിക്കുകയാണ്. എന്ത്? മരുഭൂമി ചെന്നിട്ട് ഒരു ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പിടിച്ചിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ആരാ ചോദിക്കുന്നത്? അബ്ദുറഹ്മാൻ സലഫി. 99-ൽ യാ ഇബാദല്ലാഹ് എന്നത് 20 മിനിറ്റ് വിശദീകരിച്ച ആള്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. ഖണ്ഡങ്ങള് ഇപ്പൊ ഇജാതി വെല്ലുവിളിയൊക്കെ കള്ളുഷാപ്പിന്റെ മുമ്പിലേക്ക് കാണുള്ളൂ. കുടിച്ച് പിപ്പിലിട്ട് കൊണ്ടുവേടാങ്ങോട്ട്, അതിനുണ്ടെങ്കിൽ കൊണ്ടുവേടാ. നട്ടപ്പാതിരാക്ക് 12:30 മണിക്ക് എടവണ്ണ ജാമിയുടെ പരിപാവനമായ ക്യാമ്പസിൽ തുള്ളുകയാണ്. ആരുമില്ലല്ലോ, ധൈര്യമായിട്ട് പറയാലോ. ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കല്ലേ സ്വന്തം മുരീദന്മാര്. അപ്പൊ സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നതിൽ തനിക്ക് വമ്പിച്ച രോഷമുണ്ട് എന്ന് സംസ്ഥാന കൗൺസിലർമാരെ ധരിപ്പിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ കൗൺസിൽ നടക്കുക. കൗൺസിലർമാരെ ബ്രെയിൻ വാഷ് ചെയ്യാനുണ്ടാക്കിയ മുഖാമുഖ രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 1 മണിക്കാ തീരുന്നത്. നല്ല സൂപ്പർ സ്റ്റാർ അഭിനേതാവാ. ആളുകൾ ഇത് കേട്ടാൽ ഓ അദ്ദേഹം ശിർക്കിൽ പോയതിൽ എന്തോ ഒരു ദേഷ്യാണ് അബ്ദുറഹ്മാൻ സലഫിക്ക് എന്ന് തോന്നും. സുഹൃത്തുക്കളെ, നമ്മൾ ആരും തന്നെ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണം എന്നും പറഞ്ഞിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച് നടന്നിട്ടില്ല. അങ്ങനെ നമ്മളാരും പഠിപ്പിച്ചിട്ടുമില്ല. എന്നിട്ട് കൊണ്ടുപോടാ മുഹദ്ദിസിനെ അങ്ങോട്ട്. ആരാണാ മുഹദ്ദിസ് എന്നൊക്കെ ചോദിച്ചല്ലോ. നമ്മളെ പരിഹസിക്കാണ്. ഹദീസ് പണ്ഡിതൻ പണ്ട് പരിഹസിക്കുക. ഞങ്ങൾ മുഹദ്ദിസാന്ന് പറഞ്ഞ് നടക്കണില്ല. അബ്ദുസ്സലാം സ്വല്ലമി മുഹദ്ദിസാന്ന് പണ്ട് മടവൂരികൾ പറഞ്ഞിരുന്നു. എന്നാ സുഹൃത്തുക്കളെ, ഈ മുഹദ്ദിസ് ആരാ? അബ്ദുറഹ്മാൻ സലഫി തന്നെയാണ് ആ മുഹദ്ദിസ്. കണ്ടോളി, നിങ്ങൾ മുഹദ്ദിസിനെ കണ്ടോളി. മൂക്കും തുടച്ച് വരിക. എന്നെ പഠിപ്പിച്ച മുഹദ്ദിസാണ്. ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഹദീസ് ചർച്ച ചെയ്യാ എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ്
എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ മറുപടി അതാ, ദുർബല ഹദീസ് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഹദീസ് ചർച്ച ചെയ്യാൻ മുമ്പര് നീണ്ട ചർച്ച. ഒന്നാമത്തെ ചർച്ച എന്താ? അത് ദുആ അല്ല. യാ ഇബാദല്ലാഹ് എന്ന് വിജനമായ സ്ഥലത്ത് വെച്ചാ വിളിക്കുന്നതിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഉണ്ടോ? അത് ജീവനുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ കല്ലാകട്ടെ കബറാകട്ടെ ഒക്കെ ശിർക്കാണ്. ഇനി രണ്ടാമത്തേത് ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ജൂത സിട്ടിയാന്ന് പറഞ്ഞോ, ഷിയ സിട്ടിയാന്ന് പറഞ്ഞോ, ഇപ്പൊ പുതിയത് കണ്ടുപിടിച്ചത്. ഷിയാക്കളുടെ കിതാബിൽ അങ്ങനെ പല കള്ള ഹദീസുണ്ട്. അതിനെപ്പറ്റി അഹ്ലുസുന്നത്ത് ചർച്ച ചെയ്യാറില്ല. ജൂതന്മാരുണ്ടാക്കി ഷിയാക്കളുടെ കിതാബിലുണ്ടാവും. അഹ്ലുസുന്നയുടെ കിതാബിലുള്ള ഹദീസാ നമ്മളെ ചർച്ച. ഇവിടെ വന്നിട്ട് പറയാം ജൂത സിത്യ ഷിയ സിത്യ. 2009 എന്തേ പറഞ്ഞില്ല? നീ ആ കാസറ്റ് പിൻവലിച്ചിട്ടുണ്ടോ? ഇനി ഇത് നേർക്ക് നേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല, ഒരു വിളിച്ചു പ്രാർത്ഥനയില്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എൻ്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒച്ച കേൾക്കുന്നിടത്ത് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഒരു കേൾക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കലില്ലേ? അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാ? അല്ല. അതുപോലത്തെ ഒരു വിളി തന്നെയാണ് യാ ഇബാദല്ലാഹ് എന്നതും. കണ്ടോ, ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഹദീസ് ഇങ്ങനെ ഉള്ളി തോലും ചർച്ച ചെയ്യാം. കേട്ടോളി. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. വണ്ടിയേരിയോ എന്നുള്ള വിളി പോലത്തെ ഒരു വിളിയാണെങ്കിൽ വല്ല അപാകത ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ പ്രാർത്ഥന ഇല്ല, പിന്നെ ഒരു വിളിച്ചു പ്രാർത്ഥന ഇല്ല. ആളില്ലാത്ത മണ്ടിയേരിയോ എന്ന് വിളിക്കണമായിട്ട് സാധാരണ വിളിയാണ്. അതിലൊരു അപാകത ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പോഴോ യാ ഇബാദല്ലാഹ് എന്നുള്ള വിളി ശിർക്കാണ്. നീ കേട്ടോളൂ. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവർ ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നില എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. 2009 തീർത്ത് പറഞ്ഞതാണ് ഇത് അവിടെയുള്ള ജിന്നുകളോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ്. ഇപ്പൊ പറയുന്നതോ ആണ് എന്നാണ്. അല്ല എന്ന് പറഞ്ഞ മോനെ പുറത്താക്കും. കണ്ടോ, ഇതിന്റെ അവസാന ഭാഗം കൂടി കേൾപ്പിച്ചോ. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. ഉണ്ടോ? കാര്യകാരണ ബന്ധങ്ങൾക്കുപരിയായ അഭൗതിക മാർഗത്തിലുള്ള സഹായം, അതാണ് പ്രാർത്ഥന. അത് ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് ആ വിളിയിൽ ശിർക്കുമില്ല. 2009 പറഞ്ഞതാണ്. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നു, ഇത് മാറി, ഇപ്പൊ അത് ശിർക്കായി. 2012 വരെയും അത് ശിർക്കല്ല. 2012 ജനുവരിയിൽ കൊടുത്ത പ്രബന്ധമാണ് ഞാൻ വായിച്ചത്. അതിൽ പറയുന്നത് ദുആവും അതിന്റെ പര്യായവുമായി വരുന്ന ഇസ്തിആദത്തും ഇസ്തിആനത്തും ഒക്കെ
ശിർക്കാണ്. അതിന്റെ അവസാനം പറഞ്ഞു അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം സവാഉൻ കാന ഇസ്തിആനത്തൻ ബിൽ ജിന്നിൽ കാഫിർ ശൈത്താൻ അം ബിൽ ജിന്നിൽ മുസ്ലിം. മുസ്ലിം ജിന്നിനോടാകട്ടെ കാഫിർ ജിന്നിനോടാകട്ടെ സഹായം തേടുന്നത് ഹറാമാണ്. അപ്പൊ ശിർക്കാകുന്ന സഹായം തേട്ടോണ്ട് ഹറാമാകുന്ന സഹായം തേട്ടോണ്ട് എന്നാ ഇങ്ങനൊരു മാറ്റം, ഒരാദർശ മാറ്റം വരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആ ആദർശ മാറ്റത്തെ ന്യായീകരിക്കാൻ നേരത്തെ കൊണ്ടുപോടാന്ന് പറഞ്ഞ ഇത് കേട്ടില്ലേ ക്ലിപ്പ്? ആ പറഞ്ഞ മുഖാമുഖ നാടകത്തിൽ അനസ് മുസ്ലിയാരുടെ തൗബ നാടകം, അതിന്റെ ഒരു ഭാഗം കേട്ടോളി നിങ്ങള്. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. കണ്ടോ, ഞങ്ങൾ എഴുതുകയോ വാദിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടായി പറയണേ? അള്ളഹാനോട് പറയാ. എന്നാ പിന്നെ ജനങ്ങളോട് മൈക്കെട്ടി പറഞ്ഞെന്തിനാ? നിങ്ങൾ എഴുതിയതും നിങ്ങൾ പറഞ്ഞതും MTV നിങ്ങൾക്ക് ക്ലിപ്പായി കാണിച്ചു തന്നില്ലേ? അത് കണ്ടിട്ടും പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഒരു കാപട്യം വേണോ? ഉണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ന് കണ്ടോ? ഇനിയൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫൗലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹ് പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹ് പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. കണ്ടോ? ഇത് വബയ്യനൂ, നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക. എന്ത് വ്യക്താക്കുക? മറച്ചു വെച്ചത് വ്യക്താക്കുക. അതിന്റെ മേലത്തെ ആയത്തതാ ഇന്നല്ലദീന യക്തുബൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. വേദഗ്രന്ഥത്തിൽ നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും സന്മാർഗവും മറച്ചു വെച്ചവർ. ആ മറച്ചു വെച്ചിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോ ഇത്രകാലം പൂഴ്ത്തി വെച്ചത് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കണം. അല്ല നിങ്ങളെ നിലപാട് വ്യക്തമാക്കൂ എന്നല്ല. പിന്നെ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ തേടുന്നത് ശിർക്കാണ് എന്ന് ഇപ്പൊ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് തേട്ടം എന്നും ശിർക്ക് തന്നെയാണ്, ഇന്നും ശിർക്കാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ സഹായം ചോദ്യവും ശിർക്കാണെന്നാ. അത് ജമിയത്തുൽ ഉലമ പുതിയതായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ആയത്ത് ഓതി തന്നു. അതിന്റെ മുമ്പ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഹദീസ് ഓതി തന്നു. ഏതായത്ത് അറിയോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. 2012 ജമിയത്ത് ഓതി കൊടുത്ത ആയത്താണ്. പുതിയ ആയത്ത് നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. ജമിയത്തിൽ പുതിയ ആയത്ത് ഇറങ്ങിയതാ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. 2012 ഓതി കൊടുത്ത ആയത്ത്. അത് കേട്ടിട്ട് തൗബ ചെയ്താത്രേ. ഇനി തൗബയിൽ ആദ്യം കുറച്ച് നുണ പറഞ്ഞു. ജബ്ബാർ മൗലവിയുടെ വാദം ജിന്നിനോട് സഹായം ചോദിക്കൽ തേടൽ ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവിയുടെ വാദം. അങ്ങനെ വാദം തന്നെ ജബ്ബാർ മൗലിക്കില്ല. ഇനി അവസാനം അദ്ദേഹത്തെ തെറി പറയാ. ബാക്കി കേട്ടോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് ചിക്കിളി കിട്ടിയ ഒന്നും പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നം, അത് ഞങ്ങൾ ആദർശത്തിന്റെ കാര്യ. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. 3 ആൾക്കും വേണ്ടി മൂപ്പര് വക്കാലത്ത് പിടിച്ച് തൗബയ്യ. ഇത് ക്രിസ്ത്യാനികളെ കുമ്പസാര. ഓരോരുത്തരും തൗബയ്യണം. ഈ അനീഫ കായക്കൊടിക്കും അബ്ദുറഹ്മാൻ സലഫിക്കും വേണ്ടി ഇയാൾ തൗബയ്യ. ഇതാ കുമ്പസാര എന്ന് പറഞ്ഞേ. മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം. ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും. അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും.
നാറിയവനെ പേറിയോ എന്നൊരു സംശയം മൂപ്പർക്ക്. ഏതാ നാറിയോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങളാ പറഞ്ഞ ജബ്ബാർ പോളിനെ പറ്റിയാ, നിങ്ങളെ തൗബന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഒടുക്കാൻ പറഞ്ഞ അദ്ദേഹത്തെ പറ്റിയാണ്. അപ്പൊ ഇവർക്ക് കൊണ്ടു ആ പാവപ്പെട്ട മനുഷ്യരെങ്ങനെ നാറിയാക്കിയല്ലോ. അബ്ദുറഹ്മാൻ സലഫിനെ പറ്റിയാണോ പറഞ്ഞത്? വളരെ ഫിറ്റാ, അതുകൊണ്ട് നിങ്ങൾ നാറി എന്നുള്ളത് വളരെ ശരിയാ കേട്ടോ. അപ്പൊ ഇയാള് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സക്കരിയ സലാഹി പണ്ട് മടവൂരികളോട് പറഞ്ഞിട്ടുണ്ട്, അബ്ദുസലാം സുല്ലമിയുടെ വാദം കൊണ്ട് നടന്നാൽ നാറിയവനെ പേറിയവനും നാറുമെന്ന് മടവൂരികളെ ഓർക്കണം എന്ന് എനിക്കെതിരിൽ പുളിക്കൽ വന്നിട്ട്. ആയിക്കോട്ടെ മുസ്ലിയാരെ, ഞാനത് നിഷേധിച്ചിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു തന്നെയാണ്. പക്ഷെ ഞാൻ തൗബ ചെയ്യുമ്പോ തെറി പറഞ്ഞിട്ടില്ല. നിങ്ങൾ തൗബയിലായി തെറി, അത് മനസ്സിലാക്കണം. ഞാനതിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അബ്ദുസലാം സുല്ലമിയുടെ നാറിയ വാദങ്ങളെ മടവൂരികളെ നിങ്ങൾ പേറിയ നിങ്ങൾ നാറും. ഇന്നും പറയുന്നു അത് സുല്ലമിനെ പറ്റിയാണ്. അതൊന്നും എനിക്ക് സംശയം. നിങ്ങൾ ആരെ പറ്റിയ നാറി എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് പറ. തൗബന്റെ കരയേണ്ടടുത്ത് കരയും, ചീറേണ്ടടുത്ത് ചീറും. സൂപ്പർ സ്റ്റാർ അഭിനേതാക്കളാ. എന്തിനാ ഇതൊക്കെ? ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം ആരാ നിങ്ങളെ കരയാൻ ഏൽപ്പിച്ചത്? ആരാ നിങ്ങളെ മാറ്റാൻ ഏൽപ്പിച്ചത്? ആദർശം മാറ്റിക്കിട്ട് നിങ്ങൾ ഇടമണ്ണെ പോയിട്ട് നട്ടപ്പാതിരൊക്കെ കരഞ്ഞ് കേസറ്റിറക്കിയ ആദർശം മാറുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകരെ വിളിച്ചുകൂട്ടി ജമ്മിയത്തുമ പഠിപ്പിക്കട്ടെ. നിങ്ങളെ മൂന്നാളി മാത്രം പഠിപ്പിച്ചാൽ മതിയോ? എന്നിട്ട് ജമ്മിയത്തുമന്റെ പ്രബോധകന്മാര് എന്റെ തൊള്ളേന്ന് കേൾക്കാം അപ്പൊ നമ്മളെ ആദർശം എങ്ങനെയല്ലേ? മൂവർ സംഘം പറയുന്നതാണ് ഇപ്പൊ നമ്മളെ ആദർശല്ലേ? ഈ 2012 ജനുവരിയില് അന്ന് നിങ്ങൾ അതിനുശേഷം ഇന്ന് വരെ ജമ്മിയത്തിന്റെ ദൗറ കൂടിയിട്ടുണ്ടോ? ജമ്മിയത്തിന്റെ പ്രബോധകന്മാരെ വിളിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ വിളിക്കാത്തത്? നിങ്ങൾ മൂവർ സംഘം പറയുന്ന എല്ലാവരും പിന്നെ തത്തമ്മയെ പൂച്ച പറഞ്ഞു നടക്കുന്ന ഞങ്ങൾ വിചാരിച്ചത്? അത് ഇത് മദ്ഹബല്ല, ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ജബ്ബാർ മൗലവിയുടെ അപ്പുറപ്പുറം ഇരുന്ന് കിതാബ് നോക്കുന്നുണ്ടോ? മുങ്കറും നക്കീറും അപ്പുറപ്പുറം. എന്നിട്ട് ആ സാധുവിനെയാണ് ഇപ്പൊ നാരിയവൻ എന്ന് പറഞ്ഞ് വാദപ്രതിവാദത്തിന് കൊണ്ടുപോയി കിതാബ് നോക്കി ഖുറാഫികൾക്ക് സംവാദം നടത്തിയിട്ട് അപ്പുറപ്പുറം ഇരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ MT വിഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നാട്ടുകാരനായ റൌഫ് സാഹിബിന്റെ മകൻ MT ആരിഫും നമ്മുടെ ചില പ്രവർത്തകരും ചേർന്ന് MT വിഷൻ ഡോക്യുമെന്ററികൾ തയ്യാറാക്കി. ഡോക്യുമെന്ററിയിൽ അവർ പറഞ്ഞു കൊടുത്തു, മൂവാറ്റുപുഴയിൽ അനസ് മുസ്ലിയാരെ നിങ്ങൾ വാദം മാറ്റിയത് ശരിയായില്ല, നിങ്ങൾ മുമ്പ് പറഞ്ഞ ക്ലിപ്പുകൾ ഇതാ 1, 2, 3 എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ MT വിഷൻ മൂപ്പർക്ക് വിഷമായി. കേട്ടോളൂ. MT വിഷൻ പൊള്ളത്തനാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MT വിഷമാണ് എന്ന് പറയാം. ആ MT എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. നേരെ അങ്ങോട്ടും വ്യാഖ്യാനിക്കാം. MT എന്ന് പറഞ്ഞാൽ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് വിഷം തന്നെയാണത്. യാതൊരു സംശയമില്ല. ആരിഫിന്റെ CD കണ്ടാൽ നിങ്ങൾക്ക് നല്ല വിഷമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ തന്നെ MT വിഷനെ പുകഴ്ത്തിയിട്ടുണ്ട്, അത് മറന്നു പോകണ്ട. ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ഇനി മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭൂരിപക്ഷം ഇല്ല, ഭൂരിപക്ഷം പിന്നെ ഉള്ള പ്രദേശം എന്ന് പറയുന്നത് വാഴക്കാടാണ്. വാഴക്കാട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും. ആ പ്രസ്ഥാനം അല്ലെങ്കിൽ മടവൂരിസമാണ് ശരി എന്ന് മനസ്സിലാക്കിയ ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ തന്നെ അതിൽ നിന്ന് രാജിവെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വന്നിട്ടുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നിങ്ങൾ എവിടെയാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ, ആ MT വിഷൻ പുറത്തിറക്കിയിട്ടുള്ള ജിന്ന് പിശാച് സിഹിർ എന്ന CD നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. MG വാഴക്കാട് പ്രദേശത്തുള്ള വാഴക്കാട് മടവൂരി പള്ളിയുടെ നേതൃത്വം വഹിച്ചിരുന്ന ആള് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വരികയും അതുപോലെ തന്നെ വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. MG അബ്ദുറഹ്മാൻ മൗലവിയുടെ മകനായ MGയുടെ മകനായ അബ്ദുറഹ്മാൻ മൗലവിയുടെ മകനായ ആ വ്യക്തി ഇന്ന് നമുക്കറിയാം വളരെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നു വരികയും വളരെ ശക്തമായി തന്നെ മടവൂരികൾക്കെതിരെ പ്രവർത്തിക്കുകയും MT വിഷൻ പ്രസന്റ് ചെയ്തുകൊണ്ട് ഒരു CD തന്നെ ജിന്ന് പിശാച് സിഹിർ വിഷയത്തിൽ മടവൂരികൾ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെ കോർത്തിറക്കിക്കൊണ്ട് ഒരു CD തന്നെ പുറത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട.
അപ്പൊ എം ടി വിഷൻ മടമൂരിസത്തിന്റെ വൈരുദ്ധ്യം തുറന്നു കാട്ടിയ സത്യസന്ധമായ CD ഇറക്കുന്ന CD ആയിരുന്നു എം ടി വിഷൻ. ഇപ്പൊ നിങ്ങൾക്ക് എം ടി വിഷമായി. കാരണം എന്താ? നിങ്ങളെ വൈരുദ്ധ്യം തുറന്നു കാട്ടി. എം ടി വിഷന് സത്യത്തോടാൻ പ്രതിബദ്ധത, വ്യക്തികളോടല്ല എന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ വിഭാഗത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആശയ ദാരിദ്ര്യം കൊണ്ട് ഇപ്പൊ നമ്മക്കെതിരുന്ന ക്ലിപ്പ് ഏതാണെന്നറിയോ? മുജാഹിദുകൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തെളിവെന്താണെന്നറിയോ? പൊന്നാനിയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്, ചേറ്റുവയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്. അത് എവിടുന്ന് കിട്ടിയതാ? ഏഷ്യാനെറ്റ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ പങ്ക്തിയില് പൊന്നാനിയിലെ ജിന്നമ്പലത്തിൽ പോകുന്ന ജോബി ചേട്ടനെ അയാൾ ഇന്റർവ്യൂ ചെയ്യുന്നു. ജോബി ചേട്ടപ്പോ ജിന്നിനെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. കടലിൽ പോകുമ്പോൾ വിളിക്കാൻ, കടലിൽ പോകുമ്പോൾ വിളിക്കാറുണ്ട്. അടുത്ത കല്യാണിക്കുട്ടി ജിന്നിനെ വിളിക്കാറുണ്ടാ? ഞാൻ ജിന്നിനെ വിളിക്കാറുണ്ട്, മുസ്ലിം ജിന്നിനെ വിളിക്കാറുണ്ട്. അടുത്തത് പീതാംബരൻ. ഇവരുടെ ക്ലിപ്പാണ്. അനസ് മുസ്ലിയാർ ഞമ്മക്കെതിരിടുന്ന ക്ലിപ്പാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ ജിന്നിനാരെങ്കിലും വിളിക്കോ എന്നല്ല, എന്നാ കണ്ടോളീൻ മുസ്ലിയാരെ. ഞങ്ങൾ പറഞ്ഞോ ജിന്നിനാരും ഇവിടെ വിളിക്കണില്ല? ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കേരളത്തിലില്ലാന്ന് ഞങ്ങൾ പറഞ്ഞോ? നിങ്ങളുടെ മുമ്പിലിരിക്കുന്നവരുടെ തലച്ചോറില് നിങ്ങളെപ്പോലെ ചകിരിച്ചോറാന്ന് വിചാരിക്കരുത്. ഇവിടെ ജിന്നിനെ വിളിച്ച് സമസ്തക്കാരനെ വിളിച്ച് പ്രാർത്ഥിക്കണ്ടേ? തിങ്കളാഴ്ച വിളിക്കണ ജിന്ന്, ബുധനാഴ്ച വിളിക്കണ കിതാബിലില്ലേ? ഹുസൈൻ സലഫി ഇപ്പൊ അടുത്ത് നടന്നൊരു പ്രസംഗത്തിൽ വ്യക്തമായി അത് പറഞ്ഞു. ഞങ്ങളത് പറയുന്നുണ്ട്. അമുസ്ലിങ്ങളിലും മുസ്ലിങ്ങളിലുമൊക്കെ ഭൂതവർഗങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. പക്ഷെ മുവഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നതിനാണ് നിങ്ങൾ ഈ തെളിവിട്ടത് എന്നത് നിങ്ങൾ ആശയ ദാരിദ്ര്യമാണ് വ്യക്തമാക്കുന്നത്. പിന്നെ ക്ലിപ്പ് ഏതാ അറിയോ? ഖുറാഫികളെ റാത്തീബിന്റെ ക്ലിപ്പ് കേട്ടോളി. നമ്മക്കതിലിരുന്ന ക്ലിപ്പാ. ക്രിമിനൽ റാത്തീബിന്റെ ക്ലിപ്പാ. ഇതൊക്കെ ജനം പറ്റ കൈയൊഴിച്ചു. അപ്പൊ പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ താളമേളങ്ങളോട് കൂടി ഇറക്കിയിട്ട് ആളുകളെ കൊണ്ട് ഇത് വീണ്ടും ചെയ്യിക്കണം. അങ്ങനെ മുസ്ലിമീങ്ങളിലേക്ക് ഖുറാഫാത്ത് ഇറക്കാൻ വേണ്ടി ഖുറാഫികൾ ഇറക്കിയ റാത്തീബിന്റെ ക്ലിപ്പ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് മുവഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കാണ്. മുസ്ലിയാരെ, പരലോകം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഓർമ്മയിരുന്നോട്ടെ. എന്നിട്ട് ഈ ക്ലിപ്പ് ഇട്ടിട്ട് മുസ്ലിയാർ ചോദിക്കാണ്, ഹാലിറു യാ ഹാലിറു, ഇമ്മജ്ലിസിൽ ഹാലിറു, അംബിയകുല്ലും ഹാലിറു, ഔലിയകുല്ലും ഹാലിറു. കണ്ടോ? ഹാലിറായോലാ വിളിക്കണത്. ശിർക്കാണോ? 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 മുസ്ലിയാരെ പ്രസംഗ, അനസ് മുസ്ലിയാരെ പ്രസംഗം. അപ്പൊ ശിർക്കാരോപണം കേട്ട് തരിച്ചിരിക്കണ കൗമ ചിലരൊക്കെ തല ആട്ടും. എന്നിട്ട് പറയാണ് ഞമ്മക്ക് ശിർക്കാണ്, ജിന്നൂരികൾക്ക് ശിർക്കല്ല. കാരണം ഹാലിറായാലല്ലേ വിളിക്കണത്. മുസ്ലിയാരെ ആരാ പറഞ്ഞത് ഹാലിറിനെ വിളിച്ചാ ശിർക്കാവൂലാന്ന്? ഹാലിറായ മനുഷ്യനാണ് നിങ്ങളെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ഒരു ദിവ്യനാണെന്ന് കരുതിയിട്ട് അയാളോട് നിങ്ങൾ ചോദിച്ചോളൂ. അത് ശിർക്കാണ്. ചോദിക്കപ്പെടുന്ന വിഷയം അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും അത് ശിർക്കാണ്. ഹാലിറാകട്ടെ ഗായിബാകട്ടെ. 2012 വരെ നമ്മൾ കൊടുത്ത മറുപടി എന്താ? അമ്പിയാക്കൾക്ക് അവിടെ ഹാലിറാകാൻ കഴിയില്ല, ഔലിയാക്കൾക്ക് അവിടെ ഹാലിറാകാൻ കഴിയില്ല. അവർ ഹാലിറാക്കുവാൻ കുത്തുബിയത്തുകാരനോ റാത്തീബുകാരനോ സാധ്യമല്ല. ആ മറുപടിയെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ മറുപടിയിൽ മാറ്റല്ല, ഞങ്ങൾക്കാ മാറ്റം ഉണ്ടായത്. എന്നിട്ട് ഹാലിറു ക്ലിപ്പിട്ടിട്ട് മൂപ്പര് പിന്നെണ്ണ ക്ലിപ്പ് ഏതാറിയോ? മലക്കിനെ വിളിക്കണ ഖുറാഫിന്റെ ക്ലിപ്പ്. അത് നമ്മളെ നേരെ ശിർക്ക് ആരോപിക്കാം. കേട്ടോളി. കണ്ടോ? ഹാലിറാക്കി വിളിക്കണത് ആരെ? മലക്കുകള്. അപ്പൊ യാ ഇബാദല്ലാ എന്നതില് ഹാലിറായ മലക്കോ ഹാലിറായ ജിന്നോ വിളി കേൾക്കട്ടെ ഞാച്ചാ ശിർക്കല്ല എന്നല്ലേ പഠിപ്പിച്ചത്. ഇനി ഈ ക്ലിപ്പ് നിങ്ങൾ എന്താ മറുപടി പറയാ? കണ്ടോ? ജിബ്രീൽ ഹാലിറാണെന്ന് വിചാരിച്ച് വിളിച്ചാ ശിർക്കാവൂലാന്നാ? മീകായിൽ ഹാലിറ വിചാരിച്ചാ ശിർക്കാവൂലാന്നാ? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങള് ഏത് മലക്കിനോട് ചോദിച്ചാലും ഏത് ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്. മഴ പെയ്യിപ്പിക്കുന്ന മലക്കേ മഴ പെയ്യിക്കണേ, അല്ലെങ്കിൽ മഴ നിർത്തണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്.
മലക്കുൽ മൗത്തെ ആയുസ് നീട്ടി തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഞങ്ങൾക്ക് സംശയമല്ല, ഇതൊന്നും ഫിറ്റ് ഞങ്ങൾക്കല്ല. മലക്കിനെ വിളിച്ച് ചോദിക്കാം, മലക്കിനോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മലക്കിനോട് ഭൗതിക സഹായം ചോദിക്കാം. മലക്ക് ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് മലക്കിനോട് സഹായം ചോദിയാൽ അതിലൊരു പ്രശ്നമല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന ക്ലിപ്പ് നിങ്ങളുടേതാണ്, ഞങ്ങളുടേതല്ല. കേട്ടോളി, നിങ്ങൾ ഈ മുസ്ലിയാർ തന്നെ പറഞ്ഞത്. കാണാത്തവരോട് സഹായം തേടാം, അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. കണ്ടോ, ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിനെ കാണുന്നില്ല, പക്ഷെ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിച്ചാൽ ചോദിക്കാമോ? ഒരു പ്രശ്നമല്ല. ശിർക്കല്ലാന്ന് നമ്മൾ പറഞ്ഞ ഈ പുകില് മുഴുവനും ഇതൊരു പ്രശ്നമല്ല എന്നാണ്. എന്നിട്ട് അതിന് തെളിവെന്താ? ഹാജറ ബീബി സംഭവം. കേട്ടോളി, ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അവ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. മുസ്ലിയാരെ ചോദ്യാണ്, ഈ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ചിട്ട് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണ് കാണാത്തവരോട് ഇത്തരം ഘട്ടങ്ങളിൽ അവിടെയുള്ള മുസ്ലിം ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിക്കാമെന്ന് നിങ്ങളെ സലഫി നേതാവ് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ. ഷൗക്കാനി മുശ്രിക്കാണോന്നാ? അതിന്റെ ഇടയിൽ ഒരു മുസ്ലിയാരെ കാണിച്ചില്ലേ, മൂസ മുസ്ലിയാർ. അയാൾ ചോദിച്ചാൽ അതിന് ഇയാൾ കൊടുക്കുന്ന മറുപടിയാണ്, എന്താ കണ്ണ് കാണാത്തവരോട് ചോദിക്കാൻ പറ്റില്ല എന്നാണോ? നിങ്ങൾ കുളിമുറിയിലാണ്, ഭാര്യ അടുക്കളയിലാണ്, എടിയാ സോപ്പും കെടുത്തോ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഭാര്യയോട് ചോദിക്കലല്ലേ? പിന്നെ മലക്കിന്റെ സാന്നിധ്യമുണ്ട്, മലക്കിനെ നമ്മൾ കാണുന്നില്ല എന്നാ ചോദിക്കാമോ? ഒരു പ്രശ്നമല്ല, തർക്കിക്കേണ്ട കാര്യമല്ല. അപ്പൊ മുസ്ലിയാര് യാ ജിബ്രീലു യാ മീകായിൽ ആർക്കാ ഫിറ്റ്? ഞങ്ങൾക്കാ? അതൊക്കെ നിങ്ങൾക്ക് ഫിറ്റായ ക്ലിപ്പാ. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് ഇടിയിക്കത്. ഇനി എത്ര ഇടാണ്ട് എന്നറിയോ? ഞങ്ങൾക്ക് ക്ലിപ്പിന്റെ പൂര സമയമില്ലാത്തോണ്ടാ 42ാമത്തെ ക്ലിപ്പാ പെടാൻ പോണത്. കേട്ടോ, ജിന്നിനോട് സംസാരിക്കണം. കേട്ടോളി, ജിന്നിൽ കാണാം. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്നെ സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഒരു ജിന്നിന് അതിന്റെ കഴിവിൽപ്പെട്ടത് നമ്മൾ ചോദിച്ചത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ജിന്ന് ഇവിടെ വന്നു, ഏതെങ്കിലും രൂപത്തിൽ, പട്ടിയുടെ രൂപത്തിലാകാം, പൂച്ചന്റെ രൂപത്തിലാകാം, മനുഷ്യന്റെ രൂപത്തിലാകാം, പല രൂപത്തിലും ആകാം. അങ്ങനെ വന്നു, പാമ്പിന്റെ രൂപത്തിലൊക്കെ വന്ന ജിന്നിന് അനസ് മുസ്ലിയാക്കി കാണാം. ജിന്നെ സുഖാണോ, CD ടവറിൽ പോകലുണ്ടോ, അബ്ദുറഹ്മാൻ സലഫിനെ കാണലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശിർക്കല്ല. അപ്പൊ ആർക്കാ യാ ജിബ്രീലു ഫിറ്റ്? ഞങ്ങൾക്കാ? അപ്പൊ ജിന്നിനോട് ചോദിക്കാം, മലക്കിനോട് ചോദിക്കാം. അത് തെറ്റല്ല എന്ന് പ്രസംഗിച്ചത് നിങ്ങളാ. എന്നിട്ട് ഞങ്ങളെ നേരെ അപ്പൊ ക്ലിപ്പിട്ട് നടക്കണത്. നിങ്ങൾ ഇതൊന്നും മാന്തി പുറത്തെടുക്കരുത്. വടക്കേപ്പുറം മാന്തണ്ട ഓട്ടുംപൊളി കാണുന്ന മലപ്പുറം ജില്ലയിൽ ഒരു ചൊല്ലുണ്ട്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടുത്തെ മുസ്ലിയാര് പറയാണ്, യൂസുഫ് മുസ്ലിയാര്, ഇവിടുത്തെ വലിയ ഹോജ അയാളാണല്ലോ, അയാള് പറയാ നമ്മള് മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകാണ്. ഖുറാഫികൾ അസ്മാഇന്റെ പണിയില്ലേ, അസ്മാഉ തൽസമാത്തിന്റെ പണി, അത് കുറച്ചും കൂടി പരിഷ്കരിച്ചിട്ട് പാന്റ് ഇട്ട അസ്മാഉ. കേട്ടോളി അയാൾ പറയുന്നത്, എന്താ വലിയ ആളായി പോയി. എന്തായത് നിങ്ങൾക്ക് അറിയോ മുജാഹിദീങ്ങളെ? നല്ലോ മനസ്സിലാക്കിക്കോളി. ഇത് നിങ്ങളോണ്ട് എരണിന്റെ ഇല മന്ദിരിപ്പിച്ച് യാസീന്റെ ഓരോ മുബീനുകളും ഊതിപ്പിച്ച് അടുപ്പിലിട്ട് കത്തിച്ചാനുള്ള പണിന്റെ തുടക്ക.
അവിടേക്കാണിത് പോണത്. അത് നല്ലോ പരിചയമുള്ള ആളാ ഞാൻ. തൊട്ടടുത്ത കളത്തിലെ കുഞ്ഞിക്കോയ തങ്ങൾ വാപ്പന്റെ മുരീദൈ, മനസ്സിലായില്ലേ? ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിന്റെ മുരീദാണ്. ആ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ എരണിന്റെ ഇല മന്ത്രിച്ചിട്ട് അത് ഓരോ മുബീരിങ്ങളും ഓതി അടുപ്പിലിട്ട് ജിന്നത പോളാ വൈ ജിന്നെ. ആ പോക്കാനുള്ള പരിപാടിക്ക് KNMന്റെ ഒരു മേലൊപ്പ് വേണമെങ്കിൽ ഒരു പാന്റ് ഇട്ടാസുമായി, മറ്റതോ തുണി ഇട്ടാസുമായി, മറ്റേ സഞ്ചി പിടിച്ചാസുമായി, ഇതോ പെട്ടി പിടിച്ചാസുമായി. അതിന് KNMന്റെ ഒരു ശീല ആവശ്യമുണ്ടായിനി. അതിനങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് നിങ്ങളും പഠിക്കും 101% പുറത്ത് ഔട്ട്. സംശയമുള്ള കാര്യത്തിൽ ഔട്ടാക്ക ഇന്നാക്ക. എന്താ മൂപ്പര് കൊടുത്ത ചോറിന് കൂറുള്ള അടിമയാണ്, സംശയമൊന്നുമില്ല. ആളങ്ങ് പൊന്തിയിട്ട് ജാക്കി വെച്ച എങ്ങനെ പൊന്തു ആള്. നിങ്ങൾക്ക് മന്ത്രം എന്താണെന്നറിയോ മുസ്ലിയാരെ? മന്ത്രവാദം എന്താ നിങ്ങൾക്ക് അറിയോ? ഒന്ന് പഠിക്കണം നിങ്ങള്. മുജാഹിദ് പ്രസ്ഥാനം പണ്ടും പറഞ്ഞിട്ടുണ്ട് ശറഇൽ അംഗീകരിക്കപ്പെട്ട മന്ത്രങ്ങൾ ഉണ്ടെന്ന്. 1960 ഇറക്കിയ ഖുർആൻ പരിഭാഷ എടുത്തു നോക്ക്. സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം 3 ഷർത്തുകളോടുകൂടി മന്ത്രം അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എടുത്തു നോക്ക്. അസ്മാഇന്റെ കിതാബുകൾ പേറി നടക്കുന്ന മന്ത്രവാദികളുടെ മന്ത്രക്കെട്ടുകളും അസ്മാ തൽസമാത്തിന്റെ പണികളും ശറ അംഗീകരിച്ച മന്ത്രവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ജമിയത്തിന്റെ പുസ്തകത്തിന് റുഖിയ ശറഇയ്യ, ജിന്ന് പിശാച് റുഖിയ ശറഇയ്യ, GPRS. ഈ റുഖിയ ശറഇയ്യ എന്താ? റുഖിയ ശിർക്കിയ അപ്പുറത്തുണ്ട്, ശിർക്കൻ മന്ത്രങ്ങൾ. റുഖിയ തിജാരിയ, ബിസിനസ് മന്ത്രങ്ങൾ അപ്പുറത്തുണ്ട്. മന്ത്രപ്പണിയെയും മന്ത്ര ബിസിനസിനെയുമല്ലാതെ ഹദീസിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനം ഒരിക്കലും എതിർത്തിട്ടില്ല. എന്നിട്ട് എരണിന്റെ